ഈ മജ്ലിസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട മാസമാണ് ശഅബാൻ. ശഅബാൻ എന്ന് വിട പറയുമ്പോ റമളാൻ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. എല്ലാ ബഹുമാന ആദരവുകളോടെ റമളാനിനെ നമുക്ക് സ്വീകരിക്കണം. റമളാനിനെ സ്വീകരിക്കാൻ പോകുന്ന ഓ മുത്തു മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനാത്തുകളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 3 കാര്യവും ഇന്നിവിടെ വിശദീകരിക്കുന്നില്ല. അതിലൊറ്റ കാര്യം വിശദീകരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തന്റെ അനുചരന്മാരായ സ്വഹാബത്തിനെ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലിയ ഉപദേശങ്ങളാണ്. അത് വലിയ രത്നതുല്യമായ സാരോപദേശങ്ങളായിരുന്നു. ആ സാരോപദേശങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകുകയാണ്. ആ സമയത്താണ് യാ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു അല്ലാഹുവിന്റെ റസൂല്. എന്നിട്ട് പറയുന്നു യാ ഉഖ്ബത്ത് ഇബ്നു ആമിർ, ഓ ഉഖ്ബത്ത് ഇബ്നു ആമിർ, അതേ നിങ്ങളോട് കുടുംബ ബന്ധം മുറിച്ചവരുണ്ടല്ലോ, നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ചവരുണ്ടല്ലോ, അവരോട് ബന്ധം ചേർക്കണേ. വലിയ മെസ്സേജാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്നത്. കുടുംബ ബന്ധമായാലും സ്നേഹബന്ധമായാലും ആ ബന്ധം മുറിക്കുക എന്നത് ഒരു മുഅ്മിനിന് ചേർന്ന സ്വഭാവമല്ല. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ് ബന്ധം വിച്ഛേദിക്കുക എന്നത്. കുടുംബ ബന്ധം വിച്ഛേദിച്ച എത്ര ആളുകളാണ്, അയൽപക്ക ബന്ധം വിച്ഛേദിച്ച എത്ര ആളുകളാണ്, സ്നേഹബന്ധം വിച്ഛേദിച്ച ജ്യേഷ്ഠാനുജ സഹോദര ബന്ധം വിച്ഛേദിച്ചവർ എത്രയാണ്, മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചവർ എത്രയാണ്, മക്കളോട് ബന്ധം വിച്ഛേദിച്ചവർ എത്രയാണ്. സൂക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ് ബന്ധം വിച്ഛേദിക്കുക എന്നത്. ബന്ധം വിച്ഛേദിച്ചവര് ശ്രദ്ധിക്കണേ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഊൻ, ബന്ധം വിച്ഛേദിച്ചവരെ സ്വർഗ്ഗത്തിൽ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വരികയാണ്. റമളാൻ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒരുങ്ങണം. ആ ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരുക്കമാണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടവർ എല്ലാവരും നന്നാവുക. അത് നന്നാവാതെ നമ്മ ആരെയും അല്ലാഹു സ്വീകരിക്കൂല. ശഅബാൻ 15 വരാൻ പോവുകയാണ്. ശഅബാൻ 15 വരികയാണ്. അന്നത്തെ രാവ് നിർണയത്തിന്റെ രാവാണല്ലോ. ആ രാവ് കടന്നു വരുന്നതിന് മുമ്പേ ബന്ധങ്ങൾ വിച്ഛേദിച്ച മുഴുവൻ ആളുകളും ബന്ധങ്ങൾ നന്നാക്കണേ. എത്രത്തോളം അതിന്റെ ഗൗരവമുണ്ട് എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിന് ദുആഇന്റെ നേതൃത്വം കൊടുക്കുകയാണ്. ആ ദുആ ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് നന്നാവണേ. അതെ, അവര് ബന്ധം നന്നാക്കുന്നത് വരെ നമ്മുടെ ദുആ റബ്ബ് സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ദ്വാരക്കണത്?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ പറയുന്നവരാരാണ്? സ്വഹാബത്തല്ലേ. ആ ദുആ മുസ്തജാബല്ലേ. ആ ദുആ സംശയലേശമന്യേ റബ്ബ് സ്വീകരിക്കുന്ന ദുആയല്ലേ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളെ ബന്ധം വിച്ഛേദിച്ചവരാരെങ്കിലും എവിടെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധം നന്നാക്കിക്കോ. എന്നിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്താൽ മാത്രമേ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, അതേ സ്നേഹബന്ധങ്ങളെ ഒഴിവാക്കിയ ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനാത്തുകളെ, നിങ്ങളെ ബന്ധം നന്നാക്കാതെ, ആ ബന്ധമൊന്ന് കൂട്ടിയിണക്കാതെ ആ ബന്ധം വിച്ഛേദിച്ച് കഴിയുകയാണോ? നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല. റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടൂല. അമലുകൾ സ്വീകരിക്കപ്പെടണോ, ദുആകൾ സ്വീകരിക്കപ്പെടണോ? അതുകൊണ്ട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുന്നത്, എത്രയും പെട്ടെന്ന് ബന്ധം നന്നാക്കണം. അത് ഉപ്പയോട്, അത് ഉമ്മയോട്, അത് ഉസ്താദുമാരോട്, അത് കുടുംബക്കാരോട്, അതേ അയൽപക്കക്കാരോട്, അതേ ഗുരുനാഥന്മാരോട്, അതേ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരോട്, അങ്ങനെ ചെറിയവരും വലിയവരുമായ ആരൊക്കെയുണ്ടോ അവരുമായി ബന്ധം നന്നാക്കണേ. അതിനുള്ള ദിവസങ്ങളാണ്, അതിനുള്ള സമയങ്ങളാണ്. ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാവരോടുമായി ഈ മദനിയ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുത്തുമൂമിനീങ്ങളോടും എല്ലാ മുത്തുമൂമിനാത്തുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ നന്നാകണം. നന്നായില്ല എങ്കിൽ നമ്മുടെ റമളാൻ അല്ലാഹു സ്വീകരിക്കൂല. നല്ല 3 യാസീൻ ഓതുണ്ടല്ലോ. എന്തിനാ ഓതുന്നത്? ദീർഘായുസ് കിട്ടാന്, ആഫിയത്ത് കിട്ടാന്, ആരോഗ്യം കിട്ടാൻ. 3 യാസീൻ ഓതിട്ട് ഇങ്ങനെ ദ്വാരക്കാം, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, എനിക്ക് നീ ആഫിയത്ത് തരണേ, എനിക്ക് നീ ആരോഗ്യം തരണേ. ആരായി ദ്വാരക്കണത്? ജ്യേഷ്ഠനോട് മിണ്ടാത്തവൻ, അനുജനോട് മിണ്ടാത്തവൻ, ഉപ്പയോട് മിണ്ടാത്തവൻ, ഉമ്മയോട് മിണ്ടാത്തവൻ, കുടുംബക്കാരോട് മിണ്ടാത്തവനാണ് ഈ ദുആ ചെയ്യുന്നത്. ആ ദുആ റബ്ബ് സ്വീകരിക്കൂല, വെറുതെയാ. ഒരിക്കലും റബ്ബ് ആ ദുആ കബൂൽ ചെയ്യൂല. അതുകൊണ്ട് എന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയട്ടെ, ബന്ധങ്ങൾ നന്നാക്കണേ. മഹദിയായ ബീവി ആയിഷ